എല്ലാവർക്കും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോ ആണ്. പിന്നെ ചെറിയൊരു വീഡിയോ ആണ്. ഒരു കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. കുഴക്കട്ട എല്ലാവർക്കും അറിയും, എന്നാലും ഇതൊരു വെറൈറ്റി കുഴക്കട്ടയാണ്. ഇത് രാത്രി കുതിർത്താൻ വെച്ചാണ്. പിന്നെ പൊന്നി അരിയാണ്. രാത്രി കുതിർത്താൻ വെച്ചാണ്. ഒരു ഗ്ലാസ്സാണ്, കുറച്ചുണ്ടാക്കണുള്ളൂ. അപ്പോൾ കുതിർത്തി വെള്ളമൊക്കെ വടിച്ചിട്ട് മിക്സർ ജാറിലിട്ടുണ്ട് അരയ്ക്കാൻ പോവുകയാണ്. 2-3 സ്റ്റെപ്പാണ്, ഓരോരോ സ്റ്റെപ്പായിട്ടാണ് ഈ ഇതുണ്ടാക്കുക. 3 സ്റ്റെപ്പ് ഉണ്ട് ഇതിന്. അപ്പോൾ അതിന് വേണ്ടതുപോലെ കാണിച്ചു തരാം. ആദ്യം അരി വേണ്ട, നിങ്ങൾക്ക് ആവശ്യാനുസരണം അരി എടുക്കാം. എത്ര വേണമെങ്കിൽ എത്ര അരി വേണമെങ്കിൽ അത്ര ഇതുണ്ടാകും. പൊന്നി അരിയാണ്. രാത്രി കുതിർത്താൻ വെച്ചാണ്. അല്ലെങ്കിൽ പകൽ വയ്ക്കാൻ 4 മണിക്കൂറിൽ കുതിരണം. എന്നിട്ട് നല്ല അരയാൻ പാടില്ല. മുഖ്യം നല്ല അരയാൻ പാടില്ല, ലൈറ്റായിട്ട് അരയാൻ പാടും. അത് അരച്ചിട്ട് ശേഷം കാണിച്ചു തരാം. പിന്നെ അരി ഇട്ടു. പിന്നെ വേണ്ട ആവശ്യമായ സാധനങ്ങളൊക്കെ പറയാം. 2-3 വെളുത്തുള്ളി ഉണ്ട്, കുറച്ച് മതി. നല്ല സ്മെല്ലിൽ പിടിക്കാത്തവർക്ക് ഇടണ്ട. പിന്നെ 2 പച്ചമുളക്, അതിന് പകരം കുഞ്ഞിനമുളക് ഇടുന്നുണ്ട് 2-3 എണ്ണം. പിന്നെ 2 കറിവേപ്പിൻ്റെ ഇല, ഒരു കറിവേപ്പിൻ്റെ 2. പിന്നെ ഉപ്പ് ഇടുന്നുണ്ട്. നോക്കിയിട്ട് പിന്നെ വീണ്ടും ഇടാം ഉപ്പ്. ഇത് അരച്ചിട്ട് കാണിച്ചു തരാം. അരച്ചിട്ട് ചീനച്ചട്ടി വെച്ച് അതിൽ വറക്കുമ്പോൾ കാണിച്ചു തരാം. അരച്ച ശേഷം വറുത്ത ശേഷം വേവിക്കണം. പിന്നെ 3 സ്റ്റെപ്പാണ്. അങ്ങനെ ഓരോന്നോരോന്നാ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നല്ല ടേസ്റ്റിലൊരു കുഴക്കട്ടയാണ്. പുഴുങ്ങലരിയും കൂടെ ഉണ്ടാക്കുന്നത്, പച്ചരിയല്ല. പുഴുങ്ങലരിയാണ്, പ്രത്യേകം പറയട്ടെ. പുഴുങ്ങലരിയാണ്. ഇത് പൊന്നി അരിയാണ്. ഇതിലെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികളെ കൊടുത്തു വിടാനൊക്കെ സൂപ്പർ ടേസ്റ്റായൊരു കുഴക്കട്ടയാണ്. തേങ്ങയൊക്കെ ഇട്ടുള്ളതാണ്. ഇനി നമുക്ക് അരച്ച ശേഷം കാണാം. അപ്പം അങ്ങനെ നമുക്ക് കുഴക്കട്ട മാവ് അരച്ചു. അരി അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം, കടുകിടാം, വേണം. ഈ റവയുടെ പാകത്തിനായി ആവണം. വെള്ള റവ ഇല്ല, നല്ല അറിയാൻ പാടില്ല. കണ്ടില്ല, നല്ല അറിയാൻ പാടില്ല. വെള്ള റവയുടെ പാകത്തിന് അരയണം. അവനുണ്ടാവും ഈ അപ്ലിക്കേഷനും. മനസ്സിലായില്ലേ? വെള്ള റവ പാകത്തിന് അരയാൻ പാടും. കടലപ്പരിപ്പിടാം. കടലപ്പരിപ്പിടുന്നുണ്ട്. വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്. കടുകിട്ടു, കടലപ്പരിപ്പിട്ടു. കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട്. പച്ചമുളക്, ഉണക്കമുളക് ചേർത്തത് ഉണ്ട്. പുഴുങ്ങലരിയാണ്, വീണ്ടും പറയുന്നുണ്ട്. കറിവേപ്പില കടുകിട്ടു, കടലപ്പരിപ്പിട്ടു, പച്ചമുളകിട്ടു. പിന്നെ ഉള്ളി, പുഴുങ്ങലരിയാണ്, പച്ചരിയല്ല. പ്രത്യേകം പറയുകയാണ്. ചോറ് വയ്ക്കണ അരി. പൊന്നി അരിയാണ്.
ഞാൻ ഇതിലേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത് പറയണത്. മറ്റേ അരിയിലൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെ ചെയ്ത് നമ്മളുണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അരി ഒഴിക്കാം, അരച്ച് വെച്ച അരി. വെള്ളം ഒഴിക്കണം പാകത്തിന്. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കണം. അങ്ങനെ വറ്റി കുഴക്കട്ട പഴത്തിന് പിടിക്കണം, അങ്ങനെ വരണം. തേങ്ങ ഇടാം ഇടയിൽ, ഒരു തേങ്ങ അതിലധികം ഇടാം, ടേസ്റ്റിനാണ്. തേങ്ങ കിട്ടാൻ ടേസ്റ്റ്. ഇടാം കുറച്ച്. വെള്ളമൊക്കെ വെച്ചിട്ട് വേണം. അപ്പം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഈ ഒന്ന് ചൂടായ ശേഷം ചെറിയ ഉരുണ്ട പിടിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. അപ്പം അങ്ങനെ നമുക്ക് കുഴക്കട്ട പിടിച്ചിട്ട് ഉരുട്ടിയിട്ട് എങ്ങനെ വേണമെങ്കിൽ ഷേപ്പാക്കാം. വലുതാവാൻ പാടില്ല, ബുദ്ധിമുട്ടല്ലേ വേവാൻ. അപ്പം അതുകൊണ്ടാണ് ഇതാ വെക്കണു. കാണിച്ചു തരാം. ഈ വെന്ത കഴിക്കുക തന്നെ, നല്ല ടേസ്റ്റുള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കണം, വീഡിയോ ഫുള്ളില്ല കാണണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. 3 സ്റ്റെപ്പിലാണിത്. ചട്നിയോ അങ്ങനെ ചട്നി വേണമെങ്കിൽ ചട്നി വയ്ക്കാം, സാമ്പാർ വേണമെങ്കിൽ വേണം അങ്ങനെ വെച്ച് കഴിക്കാം, ഒന്നുമില്ലാണ്ടെയും കഴിക്കാം. കേടുവരാത്തൊരു സാധനമാണ്. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ കഴിക്കാം. ഫുൾ ഡേ ചെറിയ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. എരിവ് കമ്മിയാക്കിയാൽ മതി. വേണമെങ്കിൽ കുറച്ച് എരിവ് അധികം ഇടാം, അല്ലെങ്കിൽ കുറച്ച് കമ്മിയാക്കാം. കറിവേപ്പിൻ്റെ വെളുത്തുള്ളി ജീരകവും ഒക്കെ ഇട്ടതാണ്. നല്ല ടേസ്റ്റ് ആയതാണ്, നല്ല മണമുള്ളതാണ്. അങ്ങനെ മണക്ക കുഴക്കട്ട ആയും കൂടി ഇടും. ഈ വെന്ത ശേഷം വീണ്ടും കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ കുഴക്കട്ട എന്താ നോക്കാം. ഭയങ്കര ടേസ്റ്റായ മണക്ക കുഴക്കട്ട ഒന്ന് റെഡിയായി. ചൂടാണ്, ആപ്പാക്കട്ട കുറച്ച്. ഇനി വേറെ ഡിസൈൻ കാണിച്ചു തരാം, വേറെ ഒരു മോഡലിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ പിച്ചി വെച്ചാണ് പിച്ചിലിടാം. മനസ്സിലായില്ലേ? ഇല ഉണ്ടായിരുന്നപ്പോൾ ഇല കുറച്ച് മണക്കുണ്ടാവില്ല, ആ ടേസ്റ്റിന് വേണ്ടിയിട്ട് പിച്ചിട്ട് ഇടാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി മറിച്ചൊക്കെ ഉണ്ടാക്കാം, ഒന്നും പ്രശ്നമേ അല്ല. അതാണ് കുക്കിങ്. ടേസ്റ്റിന് മാറ്റം വരുത്താം, ഷേപ്പിൽ മാറ്റം വരുത്താം, ഒരുപാട് തരത്തിലുള്ള കുക്കിങ് തയ്യാറിക്കാം. അങ്ങനെ
ഈ മോഡൽ വേവട്ടെ. സൂപ്പർ ടേസ്റ്റിയായ കുഴക്കട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.